എസ് ആദികേശവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ചീഫ് ജനറൽ മാനേജർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആദികേശവൻ, ബാങ്കുകളിൽ ആളുകൾ കൂടുതൽ എത്തുന്നു, ആവശ്യത്തിന് പണം വിതരണം ചെയ്യാനാവുന്നില്ല, ATMകൾ 2 ദിവസത്തിന് ശേഷം ഇന്ന് തുറന്ന് ഉടൻ തന്നെ അടയ്ക്കേണ്ടി വന്നു. ഇത് നടപ്പാക്കിയതിലെ വീഴ്ചകളാണോ? വിനു, ഇത് നടപ്പാക്കിയതിലെ വീഴ്ചകളെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മാതിരിയുള്ള ഒരു നടപടിക്ക് ഒരു സർപ്രൈസ് എലിമെന്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാത്ത രീതിയിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് വരെ ഇതിനെക്കുറിച്ചുള്ള വിവരം മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. ആ രഹസ്യ സ്വഭാവം ഇല്ലായിരുന്നുവെങ്കിൽ ഇതേപോലെയുള്ള ഒരു നീക്കത്തിന് അതുദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അപ്പൊ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ തയ്യാറെടുപ്പുകളിൽ ചെറിയ ഒരു വിട്ടുവീഴ്ച ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി, ഞാൻ ഇത് ശ്രദ്ധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടാവും, 2-3 ദിവസം, അതൊരു ത്യാഗമായിട്ട് കണക്കാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ടാണ് ഈ നടപടി മുന്നോട്ട് വെച്ചത്. ഇത് റിസർവ് ബാങ്കും ഗവൺമെന്റും ഉന്നത തലത്തില് വളരെയധികം ആലോചിച്ചു. ഇപ്പൊ 2000ന്റെ നോട്ടൊക്കെ 6 മാസം മുമ്പേ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. 2000ന്റെ നോട്ടുകള് ഒരു ദിവസം മുമ്പ് കണ്ടാണ് ബാങ്കുകളിൽ എത്തിച്ചത്. അപ്പൊ അത്രയും കണിഷ്ഠമായിട്ട് നീക്കങ്ങൾ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്തില് 1,25,000 ബാങ്ക് ശാഖകളുള്ള ഇന്ത്യയില് ഇത്രയും കരുതലോടുകൂടി രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കള്ളപ്പണത്തിനും കള്ളനോട്ടിനുമെതിരായിട്ടുള്ള ഒരു ശക്തമായ നടപടി, ഒരു തുടർ നടപടി എന്നുള്ള നിലയ്ക്ക് ഇത് നടപ്പിലാക്കിയതിനെ കുറിച്ച് വലിയ കുറ്റമോ കുറവോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ശ്രീ ആദികേശവൻ, ഇപ്പോൾ നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഈ 4000 രൂപ വീതം ഒരു ദിവസം മാറിയെടുക്കാമെന്നായിരുന്നു. അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത്. ആദ്യത്തെ ദിവസത്തെ വിശദീകരണം കണ്ടപ്പോൾ മനസ്സിലായത് ഓരോ ദിവസവും ബാങ്കിൽ ചെന്ന് നിന്നാൽ ഈ 4000 രൂപ വീതം മാറ്റിയെടുക്കാമെന്നായിരുന്നു. ഇന്ന് റിസർവ് ബാങ്കിന്റെ വിശദീകരണം വന്നിരിക്കുന്നു, ഒറ്റത്തവണ മാത്രമേ, ഈ പ്രക്രിയയിൽ ഒറ്റത്തവണ മാത്രമേ ഈ പണം കൊണ്ട് കയ്യിലുള്ള 1000-500 കൊണ്ട് കൊടുത്താൽ 4000 രൂപ തരൂ, ബാക്കിയൊക്കെ അക്കൗണ്ടിലേക്ക് പോകും. പിറ്റേ ദിവസം പോയി ഈ 4000 മാറ്റാനാവില്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തീരുമാനമല്ലേ? വിനു, ഇതില് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 4000 രൂപ അതായത് നോട്ട് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ലിമിറ്റാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനായിട്ട് പരിധിയില്ല. ഒന്ന്, അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാനായിട്ട് ഒരാഴ്ചയിൽ 20,000 രൂപയാണ് പരമാവധി തുക. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്ന കാശ്, ഇത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് അക്കൗണ്ടഡ് ആയിട്ട് മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പൊ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 20,000 രൂപ വരെ പിൻവലിക്കാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള പേയ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് വഴി കൊടുക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഈ ഒരു 5000 രൂപ കയ്യിലുള്ള ഇപ്പോൾ ഒരു മേശിരി അല്ലെങ്കിൽ ഒരു ആശാരി, അയാൾ ഒരാഴ്ച ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, അയാൾക്ക് 5000 രൂപ കിട്ടുന്നു. ഇതിൽ 4000 ബാങ്കിൽ ചെന്ന് മാറാം, ബാക്കി 1000 അയാൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാവും? ബാങ്ക് അക്കൗണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു തുടർ നടപടി. ഞാൻ ഒരു 2 മിനിറ്റ് സമയം തരൂ. കാരണം ഇതിന്റെ പുറകിൽ ഒരു ഐഡിയോളജി ഉണ്ട്. ഇദ്ദേഹം മെയ് 26, 2014 അധികാരമേറ്റ നരേന്ദ്രമോദി മെയ് 27-ാം തീയതി തന്നെ അനൗൺസ് ചെയ്ത ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ജസ്റ്റിസ് MB ഷായും കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അരിജിത് പസായത്തും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി, അത് ആദ്യത്തെ ഒരു അനൗൺസ്മെന്റ്. ഓഗസ്റ്റ് 2016 ബിനാമി ട്രാൻസാക്ഷൻസ് അമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ട് കൊണ്ടുവന്നു. സെപ്റ്റംബർ 30, 2016 വരെ വോളണ്ടറി ഡിസ്ക്ലോഷർ, കള്ളപ്പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യൂ, 45-50% ടാക്സ് കൊടുത്തുകൊണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർ നടപടിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ജൻധൻ യോജന മിക്കവാറും കേരളത്തിലൊക്കെ എല്ലാ ജില്ലകളിലും ഏകദേശം 90-95% ആൾക്കാർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇതില് അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം 50,000 രൂപ വരെ അതിൽ നിക്ഷേപിക്കാം. അപ്പൊ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ആ അക്കൗണ്ടിൽ 50,000 രൂപ വരെ നിക്ഷേപിക്കാം. അപ്പൊ എടുക്കുന്നതിലുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് ശ്രീ ആദികേശവൻ. ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാമെന്ന് പറയും, പക്ഷേ ഒരു ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു അക്കൗണ്ട് തുറന്നു നൽകുമോ ഒരു ബാങ്ക് മാനേജർ? ബിനു, അതിനെക്കുറിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് നടപടിക്രമങ്ങളിൽ
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രേഖയും കൂടാതെ ചെന്നാലും ഒരു ഫോട്ടോഗ്രാഫ് മാത്രം കൈവശമുള്ള ഒരാൾക്ക് പോലും ബേസിക് ബാങ്കിങ് അക്കൗണ്ട് അതിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതായത് പരമാവധി തുക അതിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത് 50,000 പരമാവധി ക്രെഡിറ്റ് ഒരു വർഷം 1,00,000. പക്ഷേ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു രേഖയുമില്ലാത്ത ആൾക്ക് പോലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇനി എല്ലാ ബാങ്കുകളും ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാണ്, ഇത് ചെയ്യാത്തത് ഒന്നുകിൽ ബാങ്കുകാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, പരക്കെയുള്ള ഒരു അവബോധമില്ലായ്മ, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള വിമുഖത. ഇത് ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എന്നാലും തുറന്ന ഒരു ചർച്ച എന്നുള്ള നിലയ്ക്ക് പോരായ്മകളെ ഞാൻ മൂടിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സംവിധാനം പൊതുവെ, എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, സ്റ്റേറ്റ് ബാങ്കിന്റെ അഭിപ്രായമായിട്ട് ദയവ് ചെയ്ത് ഇതിനെ കാണരുത്. നമ്മുടെ സംവിധാനം ബാങ്കുകളടക്കം സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ കുറച്ചുകൂടി സെൻസിറ്റീവ് ആകണം എന്നുള്ള. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മാതിരി കാര്യങ്ങളിൽ വ്യവസ്ഥയുണ്ടെങ്കിലും നടപ്പിലാക്കാനുള്ള സന്മനസ് ബാങ്കുകാരും ഗവൺമെന്റ് ജീവനക്കാരും ഒക്കെ കാണിക്കണം. പക്ഷെ ബാങ്കുകാർ ഇന്നിപ്പം ഈ 8 മണി വരെ ജോലി ചെയ്തു. അപ്പൊ ആ സന്നദ്ധത ജൻധൻ യോജനയിൽ ഓപ്പൺ ചെയ്തു ഞാൻ കുറ്റം പറയില്ല. പൊതുവെ കുറച്ചുകൂടി സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെയൊക്കെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി കുറച്ചുകൂടി സെൻസിറ്റീവായിട്ട് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഈ നമ്മുടെ സ്ഥാപനങ്ങൾ പെരുമാറണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടപ്പാക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ATM തുറക്കുന്നു, 1 ദിവസം കഴിഞ്ഞ് ബാങ്ക് തുറക്കുന്നു, ആവശ്യത്തിനുള്ള നോട്ടുകൾ ഇത് രഹസ്യമാക്കി വെക്കുമ്പോൾ തന്നെ നോട്ടുകൾ എത്തിക്കാനുള്ള സംവിധാനം പ്രാവർത്തികമാക്കാമല്ല. ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടുകൾ എത്തിച്ച് ഈ വലിയ തോതിലുള്ള ക്യൂവും കിട്ടാത്തതിലുള്ള ബഹളവും ഒക്കെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? വിനു, ഇതില് എനിക്ക് പറയാനുള്ളത്, ഈ ക്യൂ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്, ഞാൻ പല ബ്രാഞ്ച് മാനേജേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പം അവരുടേതായ ഒരു ഇനീഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ പല ശാഖകളിലും ചെയ്തിട്ടുള്ളത് ഒരു 200-300 സ്ലിപ്പ് ആദ്യമേ എഴുതി ടോക്കൺ പോലെ അങ്ങ് കൊടുക്കുകയും ആൾക്കാരുടെ വിശ്രമിക്കാൻ പറയുകയും ടോക്കൺ വിളിക്കുമ്പോൾ മാത്രം നിങ്ങൾ വന്നാൽ മതി, അതായത് ക്യൂവിൽ നിൽക്കണ്ട എന്ന് പറയാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ ചില ശാഖകളിലെങ്കിലും എടുത്തിട്ടുണ്ട്. 1. 2, റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ, ഉദാഹരണത്തിന് എനിക്കൊരു വിവരം കിട്ടി, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ 9-ാം തീയതി രാവിലെ പരക്കെ 100 രൂപയുടെ ഷോർട്ടേജ് ഉണ്ടെന്നുള്ളത് ഞാൻ രാവിലെ 8 മണിക്ക് വിളിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ 8 മണിക്ക് ഓഫീസിലുണ്ട്. അപ്പൊ ഉടൻ അതിലേക്ക് നോക്കാം, അവിടെ ക്യാഷ് എത്തിക്കാൻ ശ്രമിക്കാന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷെ ആ ശ്രമം സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പല സ്ഥലത്തും ഞാൻ റിപ്പോർട്ടൊക്കെ വായിച്ചു, സാധാരണക്കാരന് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞു ഇതിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, അതൊന്ന് സഹിക്കൂ. 2, ഞാൻ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഈ ആഭിമുഖ്യമുള്ള അധികാരികൾ, ബ്രാഞ്ച് മാനേജേഴ്സ് അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ പരമാവധി കഷ്ടപ്പാട് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു. ഇനി ഇതിലും കുറയ്ക്കാമായിരുന്നില്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, സാധാരണ എല്ലാവരെയും പോലെ തന്നെ സ്ഥാപനങ്ങള്, ബാങ്കുകളായാലും ഗവൺമെന്റ് ആയാലും നമ്മൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി നേരിടാനും അവരുടെ ഫീലിംഗ്സിനെ മനസ്സിലാക്കി ഇതിനെല്ലാം സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനം